എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഇവിടെ ഉണ്ടതേ, അവിടെ ഒരാൾ കിടക്കുന്നുണ്ട്. നല്ല നാടൻ പട്ടിയാണ് കേട്ടോ. അയ്യോ, വെട്ടം കാരണം ഒന്നും കാണാൻ പാടില്ല ഗൈസ്. അവിടെ ഒരാൾ കിടക്കുന്നുണ്ട്. പക്ഷെ ഇവളാണ് നല്ല റിച്ചായിട്ട് ജീവിക്കുന്നത്. പിന്നെ ഇതാ നിൽക്കുന്ന ആടുകൾ, കോഴികൾ, താറാവുകളൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാടാ ആൺസാണെങ്കിൽ വരുമ്പോൾ ഒരു കൊതിയായിട്ട് വരുന്നതാണ്. എന്തൊക്കെയാ കിട്ടി. അതാ ഇപ്പം ഒരു മിഠായി കിട്ടിയിട്ടുണ്ട്. ആൻറ്റിക്ക് കൊടുക്കണ്ട, നീ തിന്നോ. പിന്നെതാ ആടുകൾ. അതിലൊരു ആട്ടുകുഞ്ഞ് മാത്രമുണ്ട് പാവം. ബാക്കി എല്ലാവരും ഓടും പേടിച്ചിട്ട്. എല്ലാം പാവമാണ് കേട്ടോ. ഞാനൊരു പഞ്ചിനങ്ങ് പറഞ്ഞതേ ഉള്ളേ. അങ്ങനെ ഇതിങ്ങനെ കിടക്കുകയാണ്. റബ്ബറാണ്, വെട്ടി തുടങ്ങാത്ത തൈ മരമാണ്. പിന്നെ ഇതാ ഇവിടെ നിന്ന് വരുമ്പോൾ ഉള്ളൊരു ഇതാണത്. ഇതാ നിൽക്കുന്നത് നമ്മുടെ ജോസേട്ടനാണ്. നമ്മുടെ ജാക്സൺ ചേട്ടൻ്റെ ചേട്ടനാണ് കേട്ടോ. ഒരു 6 ആണും 3 പെണ്ണുമാണ്. ജാക്സൺ ചേട്ടൻ്റെ നേരെ മൂത്ത പെങ്ങളെ മേഴ്സി ചേച്ചിയുടെ വീടാണ് ജസ്റ്റ് തൊള്ളരിങ്ങാട്. ഇപ്പോൾ ജോസിയേട്ടൻ മൂത്ത ചേട്ടൻ, പിന്നെ മേഴ്സി ചേച്ചിയുടെ ഹസ്ബൻഡാണ് ഇരിക്കുന്നത്. ജാക്സൺ ചേട്ടൻ്റെ ഇളയ പെങ്ങളുടെ ഹസ്ബൻഡ്, അത് ഏറ്റവും മൂത്ത പെങ്ങളാണ് സിസ്റ്റർ. ഏറ്റവും ഇളയ പെങ്ങളാണ് സുജ ചേച്ചി. അപ്പം സുജ ചേച്ചിയുടെ 2 പിള്ളേരും ആൻസുകുട്ടനും അതുപോലെ തന്നെ മേഴ്സി ചേച്ചിയുടെ മോളാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. അപ്പം ഇത്രയും പേരാണെന്ന് അവിടെ പോയത് ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട്. അപ്പോൾ ക്രിസ്മസിൻ്റെ ബാക്കി വീഡിയോ ഒന്നും വന്നില്ലേന്നും ചോദിച്ചുകൊണ്ട് എല്ലാവരും ചോദിച്ചത് കൊണ്ട് ഞാൻ ബാക്കി വീഡിയോ ഇട്ടില്ലല്ലോ എന്നപ്പോൾ ഓർത്തു. ആൻസൂട്ടനാണെങ്കിൽ ഒപ്പത്തിനൊരു കുട്ടിയെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഹാപ്പിയായിരുന്നു. പിള്ളേരെല്ലാവരും അടിച്ച് പൊളിച്ച് ഓടിപ്പാഞ്ഞൊക്കെ നടക്കുമായിരുന്നു. നമ്മുടെ വണ്ടിയാണ് കേട്ടോ, നമ്മൾ വന്ന് നമ്മുടെ വണ്ടിയാണ് കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചൊക്കെ പോകാൻ നേരത്ത് വളരെ സങ്കടത്തോടു കൂടിയൊക്കെ ഇരിക്കണം. അമ്മച്ചി ആ സിറ്റ് ഔട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അമ്മച്ചി ഓടി അടന്നൊന്നുമില്ല, ഒന്നും വയ്യായിരുന്നു അത്ര ദൂരം പോയപ്പോഴത്തേക്കും. പിന്നെ ജാക്സൺ ചേട്ടൻ്റെ ഏറ്റവും മൂത്ത ചേച്ചിയാണ് കേട്ടോ സോഫിയ ചേച്ചി, സിസ്റ്ററായത്. അപ്പം ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി നമ്മൾ പോയി കൊണ്ടുവന്നിട്ട് പിന്നെ ചേച്ചിനെ കൊണ്ടുവിട്ടിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. അപ്പം ഇവരെല്ലാവരും ഇങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കുകയാണ്. ഒത്തിരി നാൾ കൂടിയാണ് എല്ലാവരും തന്നെ ഒരുമിച്ച് കണ്ടത് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ആഘോഷം അങ്ങനെ നമ്മൾ മുള്ളരിങ്ങാട് വീട്ടിൽ വെച്ചായിരുന്നു. വളരെ ഹാപ്പി ആയിരുന്നു എല്ലാവർക്കും ഇങ്ങനെ പരസ്പരം കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നതും സംസാരിക്കുന്നതും ഒക്കെ ആയിട്ട്. അപ്പം നമ്മൾ മാറി നിന്നിങ്ങനെ കാണുമായിരുന്നു അവരുടെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ. കാരണം എനിക്ക് വലിയ പരിചയമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട്. പിന്നെ നമ്മൾ വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ കാര്യങ്ങളൊക്കെ പകുതിയാക്കി വെച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. പിന്നെ ഓടി വന്ന പുൽക്കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചു. ബൾബൊന്നും എല്ലാം ഇട്ടൊന്നും തീർന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീടായിരുന്നു ബൾബൊക്കെ ഇട്ടതൊക്കെ. അപ്പോൾ ഓടി അടന്ന് പിന്നെ ബാക്കി പണികളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കരോള് വന്നത്. പിന്നെ കരോളുകാരുടെ കൂടെ കുറച്ച് നേരത്തേക്ക് പിന്നെ നമ്മളങ്ങ് പോവുക ചെയ്തു. കുഞ്ഞുവാവ നിന്നുണ്ട് കറക്കി കളിക്കുന്ന ഷർട്ടിടാത്ത കുഞ്ഞുവാവ. എടാ അങ്ങോട്ട് മാറി വാടാ, അതിനൊന്നും തീ പിടിക്കരുതടാ. അതെ, കമ്പി ചേർത്ത് വെക്കല്ല അങ്ങടെ. ആ ഇറക്കി വെക്ക. ആ മതിലവിടെ എത്രയുമ്പോ കരിഞ്ഞിരിക്കും, ചൂടാ. ഇപ്പ കത്തും 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 കത്തി. നിന്റെ തീർന്നല്ലോടാ, തീർന്നിട്ടില്ലടാ. അപ്പൊ കത്തി അങ്ങ് വരും. 2 2 കയ്യിലെടുക്കപ്പെട്ടത്. അവിടെ ഇട്ട് കഴിഞ്ഞാൽ തണുത്തുകൂടാ. അപ്പോൾ പറഞ്ഞ അനുസരിച്ച് അവനൊന്ന് കറക്ക് വെക്ക്.
ശക്തിമാൻ ശക്തിമാൻ ശക്തി ശക്തി ശക്തിമാൻ ശക്തി ശക്തി ശക്തിമാൻ ശക്തി ശക്തി ശക്തിമാൻ ശക്തി ശക്തി ശക്തിമാൻ. തൊള്ളി കളിക്കുന്നിട്ട് അവിടെ കിടന്ന് പാട്ടൊക്കെ ഇട്ടിട്ട്. അത് കത്തി തീരാൻ താമസല്ലേ. അത് കൊള്ളാം. വഴി രണ്ടുപേരും കൂടെ കൂടി ചെയ്യുന്നത് നോക്ക്. കത്ത് പിടിച്ചു. എടാ മുമ്പിൽ നിന്ന് മാറാ. മാറിക്കടാ. അവസാനം വല്ലതും പൊട്ടിത്തെറിക്കോ? എനിക്ക് പേടിയുണ്ടേ. ചുമ്മാ നമ്മൾ ബൾബെല്ലാം സെറ്റ് ചെയ്തില്ലായിരുന്നു കൂട്ടുകാർ. പക്ഷെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. കാരണം ന്യൂ ഇയർ നമുക്ക് ക്രിസ്മസും കൂടി ആഘോഷിക്കണം. അതുകൊണ്ട് കാരണം നമ്മൾ ഇന്നിവിടെ ഇല്ലായിരുന്നല്ലോ. ദാറ്റ് ഈസ് ദ റീസൺ ഫോർ ബൾബ് കത്തിക്കലില്ലാത്തത് കാരണം. അത് അടുത്ത ദിവസം കത്തിക്കാന്ന്. കത്തിച്ചോ? പൂത്തിരി കത്തിക്കാൻ എന്തൊരു ഐക്യോ. രണ്ടുപേരും അക്ഷമയോടെ കാത്തു നിൽക്കും അത് കത്താത്തത് കൊണ്ട്. എടുക്കാം. ശക്തി ശക്തി ശക്തിമാൻ. രണ്ടുപേരോട് കൂടി ആ തിരികെ അത് കടത്തുവോ? മോളിൽ കൂടി വിമാനം പോകുന്നുണ്ട്. അയ്യോ എന്നാ പൊക്കാലേ. നല്ല ഹൈറ്റിൽ പോയി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ മുതലക്കുടം പള്ളിയിൽ പുൽക്കൂട് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുതലക്കുടം പള്ളിയാണിത് കേട്ടോ. അപ്പം അമ്മച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. അമ്മച്ചി അങ്ങനെ എല്ലായിടത്തൊന്നും വരില്ല, അമ്മച്ചിക്ക് വയ്യാത്തത് കൊണ്ടേ. അതാണ് പലയിടത്തും അമ്മച്ചിയെ കാണാത്തത്. ഒത്തിരി ദൂരം പോയിട്ടുണ്ടെങ്കിൽ അമ്മച്ചി വോമിറ്റ് ചെയ്തൊരു പരുവമായിട്ടേ വരുള്ളൂ. അപ്പം അതിൻ്റെ ഒരു കാര്യമൊക്കെ ഞാൻ പറയാം. നമ്മൾ ചെറായി ബീച്ചിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മച്ചി ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്ര ദൂരം ഒന്ന് ശരീരം ഇളകി അങ്ങനെ യാത്ര ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ടും പിന്നെ കടൽക്കാറ്റൊക്കെ ഏറ്റുകൊണ്ടൊക്കെ. അപ്പോൾ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇപ്പം അമ്മച്ചി വരത്തുള്ളൂ. പിന്നെ ഇത് മുതലക്കുടം പള്ളിക്കകത്ത് പുൽക്കൂടുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പം മുതലക്കുടത്ത് 2-3 പുൽക്കൂടൊക്കെ സ്വാഭാവികമായിട്ടും പള്ളിയിലുണ്ടായിരിക്കും. വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് മുതലക്കുടം പള്ളി. സെൻറ്റ് ജോർജ് പുണ്യാളൻ്റെ നാമത്തിലുള്ളതാണ്. ഗീവർഗീസ് പുണ്യാളൻ്റെ നാമത്തിലുള്ളതാണ്. മുതലക്കുടത്ത് മുത്തപ്പൻ എന്നാണ് അറിയപ്പെടുന്നതാണ് പള്ളിയുടെ ആൾത്താര. ഞാനാണെങ്കിൽ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊന്നും അറിയുണ്ടാവില്ല. അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. മുതലക്കുടത്ത് മുത്തപ്പൻ്റെ രൂപം പള്ളിക്കകത്തിരിക്കുന്നതാണിത്. ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് മുതലക്കുടത്ത് മുത്തപ്പനെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതാണ് പള്ളിയിലെ ബാക്കിയുള്ള കെട്ടിടങ്ങളൊക്കെയാണ്. അപ്പോൾ പള്ളിയുടെ പുൽത്തകിടിയുണ്ട് മുറ്റത്ത് തന്നെയായിട്ടുള്ള വളരെ ഭംഗിയുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ അത് മാതാവിൻ്റെ ഒരു രൂപം ഇരിക്കുന്നത് അവിടെയൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മാതാവിൻ്റെ ഈ ഒരു ഭാഗം അലങ്കരിച്ചിരിക്കുന്നത് കാണാനാണ്. പിന്നെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് വീഡിയോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു. മെറി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കാണാൻ. അതുപോലെ തന്നെ പുൽക്കൂടിൻ്റെ രൂപത്തിലുള്ള ഇലുമിനേഷൻ ബൾബുകളുടെ സെറ്റിങ്സ് എന്ന് വേണ്ട ഇവിടെയുള്ള പലതും കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ട്രീയുടെ രൂപത്തിലുള്ള മോഡൽസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, അതുപോലെ സാന്താക്ലോസ് പോകുന്നത്, ഇതൊക്കെ ഇങ്ങനെ
വായുവിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കും പോലെയൊക്കെ തോന്നുന്നു ഒക്കെ കാണാൻ എന്നെ രസമായിരുന്നു. ഇതൊരു പുൽക്കൂടിൻ്റെ ഒരു മോഡലാണ്, ബൾബ് കൊണ്ട് മാത്രം ചെയ്തിരിക്കുന്നൊരു മോഡൽ. ഒരു മോഡൽ പള്ളിക്കകത്തുണ്ടായിരുന്നു, ഇത് രണ്ടാമത്തേതാണ്. ഇതൊക്കെ കാണാൻ എന്നെ ഭംഗിയായിരുന്നു എന്നറിയാമോ. നമ്മൾ വീഡിയോയിൽ കാണും പോലെയൊന്നുമല്ല, നേരിട്ട് കാണുമ്പോൾ കാണാനായിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ നേരിട്ട് ഇത് ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ. ആ സമയത്തൊക്കെ വീഡിയോ എടുക്കാനായിട്ടും പള്ളിയിൽ പ്രാർത്ഥിക്കാനൊക്കെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മാലാഖ, ഇതിന് തൊട്ട് മുകളിലുള്ള മാലാഖ അവിടെ ട്രീയിലായിരുന്നു ഒരുക്കിയിരുന്നത്. ഭയങ്കര ഭംഗിയായിരുന്നു അത് കാണാനായിട്ട്. അതുപോലെ തന്നെ ഇതാ സാന്റ പോകുന്നത് കണ്ടോ, എന്നാ രസമാണെന്ന് നോക്കിക്കേ. വായുവിൽ ഇങ്ങനെ പൊങ്ങി പറന്ന് സ്റ്റാറിൻ്റെ അടുത്തേക്ക് പോകുന്ന രൂപം. അപ്പോൾ ഇതാണ് ഇത്തവണത്തെ ക്രിസ്മസ് സ്റ്റാർ ഇട്ടിരിക്കുന്നത്. പിന്നെ പള്ളിക്ക് വെളിയിൽ മുതലക്കുളത്ത് മുത്തപ്പൻ്റെ ഒരു രൂപം സ്ഥാപിച്ചിരിക്കുന്നതാണ്. ഇതൊരു രൂപക്കൂടെ നല്ല ഭംഗിയാണത് കാണാൻ. ഞാനെപ്പോൾ കുരിശും തൊട്ടിയിൽ നിന്ന് പ്രാർത്ഥിച്ചാലും കൽക്കുരിശിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും ഈ മുത്തപ്പനെ നോക്കിയേ പ്രാർത്ഥിക്കത്തുള്ളൂ. അന്നത്തേക്കും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ച് ഞാൻ എന്ത് കാര്യം മുതലക്കുളം പള്ളിയിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം എനിക്ക് നടന്നു കിട്ടിയിട്ടുണ്ട്. നമ്മൾ മനസ്സൊരുക്കി വിളിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ വിളി കേൾക്കുന്ന ഒരു ദൈവമാണ്. ഞാൻ വേറെ ഒരു പള്ളിയിലും ഇത്രയേറെ ഉള്ളൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല, സത്യം പറയാലോ. എനിക്ക് എൻ്റെ ഇടവകപ്പള്ളി, മുതലക്കുളം പള്ളി ഇതൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള പള്ളികളാണ്. പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും മുതലക്കോടം പള്ളിയിൽ വന്നിരുന്ന് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് പോന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടന്നിട്ടുണ്ടെന്നുള്ളത് സത്യമായ കാര്യമാണ്. അപ്പോൾ മൂന്നാമത്തെ പുൽക്കൂടാണിത്. അതായത് ക്രിസ്മസ് ട്രീ വൈക്കോല് കൊണ്ടുണ്ടാക്കിയതാണ്. ആ വൈക്കോലിനകത്ത് തന്നെ, ട്രീക്കകത്ത് തന്നെ ഒരു പുൽക്കൂട്. ഇതാണ് മൂന്നാമത്തെ പുൽക്കൂടായിട്ട് മുതലക്കുളം പള്ളിയിൽ കാണാൻ പറ്റുന്നത്. അത് വളരെ ഭംഗിയായിരുന്നു. ആ ഒരു ട്രീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. പച്ച പുല്ലെന്ന് തോന്നുമെങ്കിൽ ഇത് പച്ചയല്ല, സത്യത്തിൽ വൈക്കോലായിരുന്നു. ഗോൾഡൻ കളറിലുള്ള വൈക്കോലായിരുന്നു. അപ്പം അമ്മച്ചി നിൽക്കുന്നത് കണ്ടോ. അപ്പം ഞങ്ങൾ ഇതെല്ലാം കണ്ട് വളരെ ഭംഗിയായിരുന്നു, വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായതൊക്കെ. ഞങ്ങൾക്ക് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണിതൊക്കെ. അപ്പം നമ്മുടെ ക്രിസ്മസ് വെക്കേഷനൊക്കെ തീർന്നു. ഇന്ന് വെള്ളിയാഴ്ചയാണ്, പിന്നെ അത് ശനി ഞായറും ഓൾറെഡി അവധി ഉള്ളതല്ലേ. ദാറ്റ് ഈസ് ഹോളിഡേ. ഇതാ ഇവിടെ ഒരാൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നുണ്ട്. പണ്ടാരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേട്ടനൊരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചാൽ അടിപൊളിയായിരിക്കുമെന്ന്. ചേട്ടൻ അതുകൊണ്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ നോർമൽ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ സൺഗ്ലാസ് ഒക്കെ വെച്ചുകൊണ്ട്, എൻ്റെ കണ്ണറിയാൻ പാടില്ലാത്തൊരു കണ്ണട, ഞങ്ങൾ ഈ ഗ്ലാസ് ഒക്കെ വെച്ച് എവിടെ പോവാണ് സൂട്ടാ? എവിടെയാ? ബീച്ചിലോ? ഏത് ബീച്ച്? ചെറായി ബീച്ച്. ഇത് അമ്മച്ചി കടലിൽ ചാടാന്നും പറഞ്ഞു. അമ്മച്ചി സ്വിമ്മിങ് സൂട്ടൊക്കെ വാങ്ങി മിക്കവാറും കടലിലാണ്. അമ്മച്ചി കടലിൽ ചാടുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മച്ചി നീന്തൂന്ന് പറഞ്ഞ. എല്ലാവരും അമ്മച്ചിയും ചേട്ടന് ക്രിസ്മസ് കോടിയൊക്കെ ഇട്ട്, ഞങ്ങള് പിന്നെ കോടി ഇട്ടില്ലേലും വേറെ കോടി ഇട്ടില്ലടാ. അപ്പൊ നമ്മള് ഉണ്ടായിരുന്നു. അന്നേരം കടലിൽ ഇറങ്ങണം എങ്ങനെയാ? അതിന് ഇറക്കമൊക്കെ ഇല്ലേ? ഉപ്പുവെള്ളമൊക്കെ പിടിച്ചിട്ട് ഉടുപ്പ് പോയാലോ? അപ്പൊ നമ്മള് കടലൊക്കെ കണ്ടിട്ട് വരാം. അപ്പൊ ഒത്തിരി പേര് പറഞ്ഞായിരുന്നു ചെറായി ബീച്ച് വരുമ്പോ നേരത്തെ പറയണമെന്ന്. സത്യത്തിൽ ഇന്ന് രാവിലെ എടുത്ത തീരുമാനമാണ് ഇന്ന് തന്നെ അങ്ങ് പോകാമെന്നുള്ളത്. വെള്ളിയാഴ്ച കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു. വെള്ളിയാഴ്ച വന്നിട്ട് അനക്കൊന്നും കണ്ടില്ല. അപ്പൊ ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കിയപ്പം എന്നാ പോവാന്ന് പറഞ്ഞ് 2 മണിക്ക് റെഡിയാകാൻ പറഞ്ഞു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു 1 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ എത്തും, കടയൊക്കെ അടച്ചു, വേഗം ഞാനിങ്ങ് എത്തുമെന്നും പറഞ്ഞ് നമ്മളിപ്പോൾ ചെറായി ബീച്ചിലേക്ക്. ആനസൂട്ടറിന്റെ ക്രിസ്മസ് വെക്കേഷൻ എവിടെയാ? ചെറായി ബീച്ച്. ആനസൂട്ടറിന് കടല് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. ആനസൂട്ടർ കടല് കണ്ടത് എന്നാ അവസാനമായിട്ട്? എന്നാ? 5ാം ക്ലാസ്സിൽ നിന്ന് ടൂർ പോയപ്പോ കടല് കണ്ടോ? ഞാനോർത്തു നിനക്ക് ഓർമ്മ പോലും കാണലാന്ന്. എടാ നീ കടല് കണ്ടോടാ? ഏത് ബീച്ചാടാ പോയേ?
ചാവക്കാട് ബീച്ചാണോ? തൃശ്ശൂർക്കാണ് ഇവര് ടൂർ പോണത് എല്ലാ വർഷവും. ഇരിങ്ങാലക്കുട. അപ്പൊ ആൻസുകുട്ടൻ ബീച്ച് കാണാൻ പോവാണ്. അപ്പൊ നമ്മള് ബീച്ചൊക്കെ കണ്ടിട്ട് വരാം. അപ്പൊ എല്ലാരും പറഞ്ഞു എൻ്റെ ഈ ഹെയർ സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇനി ഇങ്ങനെ മതിയെന്ന്. സത്യത്തിൽ ഞാനിത് പെർമനന്റ് ആയിട്ട് ഇപ്പൊ ചെയ്തിട്ടേക്കുന്നതാണ് കേട്ടോ. നമുക്ക് തൊടുപുഴ ലാവണ്ടർ ബ്യൂട്ടി പാർലർ ഭയങ്കര ഫേമസ് ആയതാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. അങ്ങനെ ടിക്ടോക്ക് മുതൽ നമ്മുടെ ഫോളോവറാണ്, ഫ്രണ്ട്സാണ്. അപ്പോൾ അവിടെ ഒരു ഓഫർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പോയി ചേട്ടൻ്റെ അനുവാദത്തോടു കൂടി പോയി സ്ട്രൈറ്റനിങ് ഒക്കെ സ്മൂതനിങ് ചെയ്തിട്ടിരിക്കുന്നതാണ് കേട്ടോ. എത്ര നാളൊക്കെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല, എന്നാലും പരമാവധി നമ്മൾ നമ്മുടെ മുടിയൊക്കെ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും. ആൻസൂട്ടിനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. പറയടാ എന്തെങ്കിലും. ആ, വല്ല പ്ലാനിങ് ഒക്കെ ഉണ്ടോ? ക്രിസ്മസ് വെക്കേഷൻ എല്ലാവരും പോയ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കിവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് ചെറായി ബീച്ചിലേക്ക് 83 കിലോമീറ്റർ ആണ് കേട്ടോ. 2.5 മണിക്കൂറും കൊണ്ടേ ഓടി എത്തത്തുള്ളൂ. അപ്പോൾ അത്ര അടുത്താണ്. നമ്മുടെ അടുത്തുള്ള ബീച്ച് ഇപ്പം നിലവിൽ ചെറായി. ഗൂഗിള് ചേച്ചി അങ്ങനെ സ്പീഡല്ല, നോർമൽ വണ്ടിയുടെ സ്പീഡല്ല അവർ പറയുന്നേ, ഇവിടെ ഓടിക്കുന്ന സ്പീഡാണ്. സ്വിഫ്റ്റ് പോണം. അപ്പൊ നമ്മളിവിടെ തൊടുപുഴ വിട്ടിട്ടില്ല കേട്ടോ. തൊടുപുഴ വെങ്ങല്ലൂർ ബൈപ്പാസിൽ കൂടി നമ്മളിപ്പോൾ പോവുക. നല്ല വെയിലാണ്. സമയം എന്ന് പറയുന്നത് ഇപ്പോൾ 1:26 ആയിട്ടുണ്ട്. എൻ്റെ മൊബൈൽ കവർ പോയി കൂട്ടുകാരെ. അപ്പോൾ ആ മൊബൈൽ കവറിൻ്റെ പുറകിലിരുന്ന പാവക്കുട്ടിയെ ഞാനെടുത്ത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ സൊമാറ്റോയിൽ നിന്നൊക്കെ ഫുഡ് ഓർഡർ ചെയ്യുന്ന എല്ലാ ഹോട്ടൽസും ഈ ഒരു ബൈപ്പാസിലാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങും. അറഫ ഹോട്ടൽ, അൽ സാഫി ഹോട്ടൽ, വിനായക, പിന്നെ ഏതടാ ഹോട്ടൽ ഹൈ റേഞ്ച് അല്ലാതെ എന്തുവാടാ വേർഷിഷേക്ക് ഇവിടെ അല്ല. ഇതിൻ്റെ അപ്പുറത്തുണ്ടല്ലോടാ, അതിൻ്റെ അപ്പുറത്ത് മലബാർ വില്ലേജ്. അങ്ങനെ അങ്ങ് തുടങ്ങിയ നമ്മുടെ സൊമാറ്റോ ഫുഡ് ഡെലിവറി ചെയ്യുന്ന എല്ലാ ഹോട്ടൽസും ഈ റൂട്ടിലാണ്. അപ്പം നമ്മൾ പോയിട്ട് വരാം. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ട് പോകാം. ചോദിച്ച് പോകാം. ദാ ചേട്ടൻ ഗൗരവത്തിലിരിക്കുന്നതല്ല, കോൺസെൻട്രേഷനോട് കൂടി ഇരിക്കുന്നതാണ്. വണ്ടി ഓടിക്കുമ്പോൾ മിണ്ടാൻ പോലും പറ്റില്ല, കോൺസെൻട്രേഷൻ പോകുമെന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് ദേ ചേട്ടാ ഇതെന്നൊക്കെ പറഞ്ഞ് അവസാനം ഞാൻ വഴക്കും കേൾക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ അതൊക്കെ നിർത്തി വെച്ച് വെറുതെ വഴക്കേക്കുന്നത് എന്തിനാണ്. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം. ഈ ഇവിടെയുള്ള കടയൊക്കെ ചക്ക വന്ന് തരാറുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് വരും. ഞാനെപ്പോഴും ചക്ക നോക്കും. എടാ സൊമാറ്റോ അവിടെ ആ സൈഡിലൊക്കെ സൊമാറ്റോ ചക്കന്മാർ നിൽപ്പുണ്ട്. അറിയാവോ? വളരെ വെയിലത്ത് കഞ്ഞി കുടിക്കാതെ ആയിരിക്കും കൊണ്ട് കൊടുക്കണേ. പറയുമ്പോൾ ഫുഡ് കറക്റ്റ് ടൈമിൽ എത്തിക്കണ്ടടാ. അവർ കൊടുത്തിരിക്കുന്ന ടൈമിൽ തന്നെ ഫുഡ് വീട്ടിൽ തന്നെ. പെട്രോളിന് 3 രൂപ കുറവുണ്ടെന്ന് 1 ലിറ്ററിന് ജിയോയിൽ. എന്നാ പിന്നെ എല്ലാ പെട്രോൾ കമ്പനിക്കും അങ്ങനെ കൊടുത്ത തന്നെ. അപ്പൊ ഞങ്ങള് പോട്ടെ, ടാറ്റാ. അങ്ങനെ ഞങ്ങൾ ചെറായി എത്താൻ ഒരു 5-5.5 കിലോമീറ്റർ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത്. നല്ലൊരു അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അവിടെ എല്ലാ ഐറ്റം ഫുഡും കിട്ടുമായിരുന്നു. ചൈനീസ്, വെസ്റ്റേൺ, നോൺ വെസ്റ്റേണും ഇന്ത്യനും എന്ന് വേണ്ട എല്ലാ തരം ഫുഡും തന്നെ ഉള്ളതായിരുന്നു. വളരെ ടേസ്റ്റി ഫുഡായിരുന്നു. ഞങ്ങൾ പൊറോട്ടയും അതുപോലെ തന്നെ ചിക്കൻ കറിയാണ് കേട്ടോ വാങ്ങിയത്. നല്ലതായിരുന്നേ. അമ്മച്ചിയും അത് തന്നെയൊക്കെയാണ് കഴിച്ചത്. അപ്പം അമ്മച്ചിക്ക് അങ്ങനെ അധികം പൊറോട്ട അങ്ങനെയുള്ള ഐറ്റംസ് പലഹാരങ്ങളൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അത് ഞാൻ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ആൻസൂട്ടിനൊരു നൂഡിൽസ് കഴിക്കുന്ന വീഡിയോയിൽ അമ്മച്ചിക്ക് കൊടുത്തുകൂടെ എന്നൊക്കെ കമൻറ്റ് വന്നു. അമ്മച്ചി നൂലപ്പം കഴിക്കില്ലാത്ത, അതായത് ഇടിയപ്പം കഴിക്കില്ലാത്ത അമ്മച്ചി നൂഡിൽസ് കഴിക്കുമോ മക്കളെ എന്നാണ് എനിക്കപ്പോൾ ചോദിക്കാനായിട്ട് തോന്നിയത്. അപ്പോൾ എന്താണേലും ഇതാ നമ്മളിതാ കൂട്ടുകാരെ നമ്മളായിട്ടുണ്ട് ബീച്ച് എത്തിയിട്ടോ. അതേടാ കായല്
രണ്ട് സൈഡ് നോക്കുമ്പച്ചി. അമ്മച്ചിക്ക് പേടിയാവണുണ്ടോ? അമ്മച്ചിക്ക് വെള്ളം കണ്ടിട്ട് തല ഇറങ്ങാന്ന്. അമ്മച്ചി എങ്ങനെ ബീച്ചിൽ പോവും? അമ്മച്ചിക്ക് ഈ വെള്ളം കണ്ടപ്പോ തല ഇറങ്ങിപ്പോയി. അമ്മച്ചി വേമ്പനാട്ടുകായൽ കണ്ടില്ലെങ്കിൽ കണ്ടോ? ആരടാ പറഞ്ഞ? അങ്ങനെ ദേ ആനസുകുട്ടൻ അങ്ങനെ ബീച്ചിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാ ബീച്ച്. ഇനി നമുക്ക് എങ്ങോട്ട് വേണേലും പോകാം. വണ്ടി എവിടെയെങ്കിലൊക്കെ പാർക്കാം. പോലീസ് ചേട്ടന്മാര് നിപ്പുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഇതാ കാണുന്നതാണ് ബീച്ച്. ഒന്നും കാണാൻ പറ്റില്ല ചേട്ടാ, മൊത്തം മഞ്ഞാണല്ലോ. അയ്യോ പേടിയാവണല്ലോ. വണ്ടി പാർക്കിംഗ് സൗകര്യം എവിടെയുള്ള നോക്കാം. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ. മഞ്ഞ് കാരണം അങ്ങോട്ട് പോണ എങ്ങനെയാ? പേടിയാണല്ലോ ചേട്ടാ. ബീച്ചിൽ പോണെന്നും പറഞ്ഞോണ്ട് ചാടി ഇറങ്ങിയതാ. അറേബ്യൻ പേൾ റിസോർട്ട്. എന്താ വഴിയോരത്ത് ഇഷ്ടം പോലെ വാണിഭക്കാരുണ്ട്. മീൻസ് കച്ചവടക്കാർ, ടൂറിസ്റ്റുകൾ. നമുക്കിവിടെ ഇരുന്നെല്ലാം കാണാം. നല്ല സുഖാ ചേട്ടാ. നമുക്ക് അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കാം. കടലൊക്കെ ഇളക്കുക. എന്റെ പൊന്നു വെച്ച വണ്ടി ഒന്നാണ് ഒതുക്കട്ടേന്ന്. ബെനായി ബ്ലൂ വാട്ടേഴ്സ് ചെറായി ലക്ഷറി റൂംസ് റെസ്റ്റോറന്റ് ബാങ്ക്വറ്റ് ഹാൾ. നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്തുവാന്നാടാ പറഞ്ഞേ? പിന്നെ പാർക്ക് ചെയ്യാൻ നമുക്ക് കാശ് കൊടുക്കണ്ടേ? അതെ, ഇവിടെ ഒതുക്കാം. അങ്ങോട്ടൊന്നും അങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പൊ പിന്നെ നമ്മൾ ഇനി അവിടെ. ഇതാണ് തെങ്ങന്തോപ്പ്. ആ, തേങ്ങയുണ്ടോ? ഉണ്ട്, തേ നോക്ക്. ഇതാണ് കണ്ടം.